ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. മൂന്നാർ കുറ്റ്യാർവാലി റോഡിൽ 2 വാഹനങ്ങളുടെ ഗ്ലാസ് പടയപ്പ തകർത്തു. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര വൈകുന്നേരം 7 മണിക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം പടയപ്പയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ കുറ്റ്യാർവാലി സൈലന്റ് വാക്കിലേക്ക് ഷൂട്ടിംഗ് പോയി തിരികെ വരുന്ന 2 വാഹനങ്ങൾക്ക് നേരെയാണ് പടയപ്പയുടെ ഒരു ആക്രമണം ഉണ്ടായത്. പടയപ്പ 2 വാഹനങ്ങളുടെയും ഗ്ലാസ് തകർത്തിട്ടുണ്ട്. വാഹനത്തിലുള്ളവർ ബഹളം വെച്ച് തീർത്തെങ്കിലും ആന പിന്മാറാൻ തയ്യാറായില്ല. പിന്നീട് ആളുകൾ ഈ വാഹനത്തിലുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പടയപ്പ ഈ കുറ്റ്യാർവാലി മേഖലയിലും ഗ്രാമസ്രാൻഡ് മേഖലയിലും എല്ലാം തന്നെ ഈ അലഞ്ഞു നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം തന്നെ RRT സംഘത്തിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൃത്യമായ ഒരു സന്ദേശമുണ്ടായിരുന്നു. പടയപ്പ ഇത്തരത്തിൽ ഗ്രാമസ്രാൻഡ് ന്യൂ ഡിവിഷനിലുണ്ട്, ആളുകളെ ശ്രദ്ധിക്കണം, റോഡിൽ ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായി RRT സംഘത്തിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി സന്ദേശം വന്നിരുന്നു. എന്നാൽ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയ വാഹനങ്ങൾക്ക് മുമ്പിൽ പെട്ടെന്ന് ഈ പടയപ്പ മുൻപിലേക്ക് വരികയായിരുന്നു. പിന്നീട് വാഹനത്തിലുള്ളവർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. പെട്ടെന്ന് 2 വാഹനങ്ങളുടെ, ഒരു വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസും ഒരു വാഹനത്തിന്റെ പിൻവശത്തെ ഗ്ലാസും പടയപ്പ തകർക്കുകയായിരുന്നു. വാഹനത്തിലുള്ളവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. പിന്നീട് ഈ RRT സംഘം സ്ഥലത്തെത്തി പടയപ്പയെ കാട്ടിലേക്ക് തുറത്തിയിട്ടുണ്ട്. ഏതായാലും പടയപ്പ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി നാശം വിധിക്കുന്നത് മാത്രമല്ല ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ആക്രമണത്തിന് മുതിരുന്ന ഒരു സംഭവം വലിയ ഒരു ആശങ്കയോട് തന്നെയാണ് ആളുകൾ കാണുന്നത്. മുൻപ് ശാന്തനായിരുന്ന പടയപ്പ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ആക്രമണശക്തനാകുന്നു. വാഹനങ്ങൾ നേരെ ആക്രമിക്കുന്നു, ആളുകൾക്ക് നേരെ ആക്രമിക്കാൻ മുതിരുന്നു. ഇതെല്ലാം തന്നെ ആളുകളിൽ വലിയ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ഏതായാലും RRT സംഘം ഇപ്പോൾ പടയപ്പയെ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ വനവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വാഹനത്തിലുള്ളവർ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ സാധിക്കുന്നത്. ആദ്ര. ശരി, ബിനീഷ് ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.